നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കർണാടക സ്റ്റൈലിലുള്ളതും എന്നാൽ അപൂർവമായി കേട്ടിട്ടുള്ളതുമായ നീർദോശയാണ്. അപ്പോൾ ഈ നീർദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ പുതുതായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ 1.5 ഗ്ലാസ് അരി എടുത്ത് കുതിർക്കുക വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓവർനൈറ്റാണ് വെച്ചിരിക്കുന്നത്. എടുത്ത് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങ, അതുപോലെ 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അതുപോലെ അരച്ചു. ഇനി നമ്മളൊരു ഓപ്ഷണലാണ്, ഒരു മുട്ട അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ 5 ഐസ് ക്യൂബ്, അതായത് ഇത് ചൂടാകാതിരിക്കാനാണ് മാവ്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് ചൂടാകും, അതിന് വേണ്ടിയാണ് അങ്ങനെ കൊണ്ട് നമ്മൾ ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ 1/2 ബൗൾ ചോറും കൂടെ അരയ്ക്കണം. ഞാൻ നേരത്തെ മറന്നുപോയി, അതുകൊണ്ടാണ് പിന്നീട് എടുത്ത് അരയ്ക്കുന്നത്. നിങ്ങളിതെല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് അരഞ്ഞിരിക്കണം, അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. നീർദോശ എന്ന് വെച്ചാൽ നീരെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വെള്ളം കുറച്ച് തോനെ ഒഴിക്കുക എന്നാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 3 ഗ്ലാസ് വെള്ളത്തോളം അതിലൊഴിച്ചിട്ടുണ്ട്. അതാണ് ഇതേ രീതിയിൽ നമ്മൾ സംഭാരം പോലൊക്കെ തോന്നും. അതാണ് ഈ ഒരു ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായെന്ന് നോക്കുക. ഫ്ലെയിം കൂട്ടിയിടുക. നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ലപോലെ ചൂടായെങ്കിൽ. ചൂട് കയ്യിൽ തട്ടും, അന്നേരം അറിയാം നല്ലപോലെ പാൻ ചൂടായത്. ആ ഒരു ചൂടിൽ വേണം നമ്മൾ ഈ ദോശ ഒഴിക്കാൻ. ഇതേപോലെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഇടയ്ക്കുള്ള ഹോൾസൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ആ ഫ്ലെയിം അതേ നല്ല ഫ്ലെയിമിൽ ഇട്ടേക്കണം. ആ ഫ്ലെയിമിൽ കിടന്നാണ്ട് ആ കുത്തുകുത്തൊക്കെ വീഴുന്നത്, അതാണ് ഈ ദോശയുടെ ഒരു പ്രത്യേകത. ഇതിന് നമ്മൾ മടക്കിയെടുക്കുന്നു. അതുപോലെ വീണ്ടും നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയാണ് എടുത്തത്. ഇത് ട്രയാങ്കിൾ ദോശയെന്ന് ഇതിന് പറയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദോശയാണ്. എന്നാൽ കഴിക്കാൻ നല്ലതും നല്ല സോഫ്റ്റുമാണ്. ആഹാരം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എളുപ്പം അങ്ങ് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ദോശയും ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ആ ദോശ എന്ന് പറയുന്നത് നമ്മുടെ ആ ഫ്ലെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഷേപ്പ്. നമ്മൾ ഓരോ ദോശയും ചുട്ടെടുക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കണം. വന്നിട്ടുണ്ട്. അവനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരപ്പം ഞാൻ ഇപ്പം വരെ കഴിച്ചിട്ട് പോലും ഇല്ല. നല്ല ഷേപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങൾ.